നമസ്കാരം ആർ പി. നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ഒളിഞ്ഞും തെളിഞ്ഞും അതായത് സോഫ്റ്റ് ടെററിസമായിട്ടും അതോടൊപ്പം തന്നെ ഒരു ഹാർഡ് ടെററിസം എന്ന രീതിയിലും ഒക്കെ വളരെ സജീവമായി സംഘങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. TCS പോലുള്ള ഒരു വളരെയധികം രാജ്യത്തെ ഒരു പ്രൈം ഇൻസ്റ്റിറ്റ്യൂട്ടിനകത്ത് ഇത്രയധികം വർഷം അവരിങ്ങനെ നിലനിന്നിരുന്നു എന്ന് വിശ്വസിക്കാൻ പോലും പലർക്ക് ആകുമായിരുന്നില്ല. ആ വിഷയം ആദ്യം പുറത്തുവിട്ടത് തത്വമയി ന്യൂസിലൂടെയാണ്. ആർ പി തോട്ട്സിലൂടെ അത് പുറത്തുവിടുന്നത്. അത് തികച്ചും വളരെ ഒരു കാരണവശാലും സംഭവിച്ചുകൂടാത്ത കാര്യമെന്നാണ്. പക്ഷേ അതിന് സംഭവിച്ചതിന് ശേഷം ഈ 40 ദിവസത്തോളം എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ളൊരു അന്വേഷണം നടന്നു. പ്രതികളെ കണ്ടെത്തി. ഇപ്പോൾ TCSും അതിനോടൊപ്പം സഹകരിക്കുകയാണ്. പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങൾ രാജ്യവ്യാപകമായിട്ട് അവർ വിലവിരിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും അന്വേഷണ സംഘം രാജ്യവ്യാപകമായി തന്നെ ഇവരുടെ പുറകിലുണ്ട്. ഇപ്പോൾ ഇനിയൊന്നും സംഭവിക്കാതിരിക്കുവാനായിട്ടുള്ള കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനെക്കുറിച്ച് ഈ ഭീകരവാദ സംഘങ്ങളെക്കുറിച്ച് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്താണ് ആർ പി ഈ വിഷയത്തിൽ? ഇല്ല, ഇതിനകത്ത് ഇപ്പോൾ പുറത്തു വരുന്ന കുറച്ച് പുതിയ വിവരങ്ങളുണ്ട്. ആ വിവരങ്ങൾ നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കണം. ഇപ്പോൾ തത്വമയിയാണ് ആദ്യം ഈ വിഷയം കൊണ്ടുവന്നത് എന്നുള്ള അവകാശവാദം അത്ര ശരിയല്ല. മലയാളത്തിൽ ഈ വിഷയം ആദ്യം കൊണ്ടുവന്നത് തത്വമയിയാണ്. അന്ന് പ്രധാന ഇവിടെ മെയിൻ സ്ട്രീം മീഡിയ എന്നൊക്കെ പറയുന്ന സാറ്റലൈറ്റ് ചാനലുകളൊന്നും ആ വിഷയം തൊടാൻ തയ്യാറായില്ല. 2 ദിവസത്തേക്ക് തൊടാൻ തയ്യാറായില്ല. പിന്നെയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളാണ് ആ വിഷയം കൊണ്ടുവന്നത്. പിന്നീടാണ് സാറ്റലൈറ്റ് ചാനലുകളും പത്രങ്ങളും ഒക്കെ വളരെ ചെറിയ തോതിൽ പൊതിഞ്ഞു മൂടിയാണെങ്കിലും ഈ വിഷയം എടുക്കാൻ തയ്യാറായത്. അപ്പോൾ നമ്മളുടെ അവകാശവാദം ഇത് മലയാളത്തിൽ ആദ്യം ഡിസ്കഷൻ ആക്കിയത്, വാർത്തയാക്കിയത് തത്വമയിയാണ് എന്നുള്ളതാണ്. അത് ഒരു ഒന്നാമത്തെ കാര്യം. ഇനിയും പറയാൻ പോകുന്നത്, ഇപ്പോൾ പറയാത്ത ഒരു കാര്യം 2 ദിവസം കഴിയുമ്പോൾ ഇനി ഈ പറയുന്ന ആൾക്കാരെല്ലാം പറഞ്ഞു തുടങ്ങാൻ പോകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതും നമ്മൾ 2-3 ദിവസം മുമ്പ് പറഞ്ഞാണ്. ഇതിൻ്റെ മലേഷ്യൻ കണക്ഷൻ ഞാൻ പറഞ്ഞു ആദ്യം തന്നെ. അന്ന് മലേഷ്യ എന്നുള്ള ഒരു വിഷയം പോലും വന്നിരുന്നില്ല. പക്ഷേ ഇതിന് മലേഷ്യൻ കണക്ഷൻ ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. മലേഷ്യയിലേക്ക് മനുഷ്യക്കടത്താണ്, IS തീവ്രവാദികൾക്കുള്ള ലൈംഗിക അടിമകളുടെ സപ്ലൈ ഉണ്ട് ഇതിനകത്ത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ അതേതാണ്ട് ഇപ്പോൾ ഉറപ്പിച്ചിട്ടുണ്ട്. മലേഷ്യൻ കണക്ഷൻ ഇതിലുണ്ട് എന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉറപ്പിച്ചിട്ടുണ്ട്. അവരുടെ FIRൽ കോടതി കൊടുത്ത റിപ്പോർട്ടിലൊക്കെ മലേഷ്യൻ കണക്ഷനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതിൽ സക്കീർ നായിക്കിനെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷേ സക്കീർ നായിക്കിൻ്റെ ഒരു അനുയായി എന്ന് വിശ്വസിക്കാവുന്ന അല്ലെങ്കിൽ ഒരു വിശ്വസ്തനായ മറ്റൊരു വ്യക്തിയെയാണ് ഇതിനകത്ത് FIRൽ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഇനിയും പറയാൻ പോകുന്നത് രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ ടെറർ ആംഗിളാണ്. ഇതിൻ്റെ ഭീകരവാദത്തിൻ്റെ ഒരു ബന്ധമാണ്, ഭീകരബന്ധമാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞാണ്. അന്ന് ആരും അത് പറഞ്ഞില്ല. ഇനിയിപ്പോൾ അത് പറയും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് ആ കാര്യത്തിൽ ഏതാണ്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടുണ്ട്. ഇതിന് ഒരു ഭീകരബന്ധമുണ്ട് എന്നുള്ളത്. ഈ നിദാ ഖാന് ഡൽഹി ബോംബ് ബ്ലാസ്റ്റിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളത് മാത്രമല്ല ഇതിനകത്തെ ഭീകരബന്ധം. ഇത് കൃത്യമായി ഭീകര ഫണ്ടിങ് ഉള്ള ഒരു ഓപ്പറേഷനാണ് എന്നുള്ളതാണ് ഇതിനകത്തെ ബന്ധം. ഇത് നമ്മൾ കൂടുതൽ നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്വേഷണം നടക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഇതിൻ്റെ ഫോറിൻ ഫണ്ടിങ് ഇന്ത്യയിലെത്തിയിട്ട് ഇന്ത്യക്കകത്തുള്ള ഇൻറ്റേർണൽ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റവും ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വളരെ സന്തോഷം തരുന്ന വളരെ കൃത്യമായ അന്വേഷണമാണ് നടക്കുന്നത്. ഇതിൽ NIA ഉൾപ്പെട്ടിട്ടുണ്ട്, ED ഉൾപ്പെട്ടിട്ടുണ്ട്, അതുപോലെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമുണ്ട്, മഹാരാഷ്ട്ര പോലീസിൻ്റെ ആൻറ്റി ടെറർ സ്ക്വാഡുണ്ട്, UP പോലെയുള്ള സംസ്ഥാനങ്ങളിലെ പോലീസ് വിഭാഗവും ഇതിൻ്റെ ആവശ്യങ്ങൾക്ക് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചേർന്ന് വളരെ കൃത്യമായ ഒരു ഊർജ്ജസ്വലമായ അന്വേഷണമാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. ഇതിപ്പോൾ കേരളത്തിലായിരുന്നു എങ്കിൽ ഇത് ഉടനെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റിയിട്ട് ഇതിൽ പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സകല സംവിധാനങ്ങളും ഉണ്ടായേനെ. പക്ഷേ ഇത് അന്വേഷണം നടക്കുന്നത് പണ്ട് ദിവാരം പറഞ്ഞ പോലെ ആണുങ്ങൾ ഭരിക്കുന്നിടത്താണ്. അതുകൊണ്ട് കൃത്യമായിട്ട് അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിലെ ഭീകരബന്ധവും ഇതിലെ ഈ പറയുന്ന ഫോഴ്സ്ഡായിട്ടുള്ള ചില കാര്യങ്ങൾ, മതപരിവർത്തനം ഉൾപ്പെടെയുള്ളത് ഇതിൽ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരാൻ പോവുകയാണ്. എന്തായാലും തീർച്ചയായും അത്തരത്തിലുള്ളൊരു അന്വേഷണം നടക്കുന്നത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇത്രയധികം വലിയൊരു കാര്യം TCSൽ നടക്കുന്നു. അതോടൊപ്പം തന്നെ അതിൻ്റെ അനുരണനങ്ങൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും എന്തായാലും അന്വേഷണ ഏജൻസികൾ അവിടെ വല വിരിച്ച് കാത്തിരിപ്പുണ്ട്. പക്ഷേ സോഫ്റ്റ് ടെററിസം ഇപ്പോൾ നമുക്ക് കേരളത്തിലടക്കം ഈ സോഫ്റ്റ് ടെററിസം വളരെയധികം ശക്തമാണ്. സോഫ്റ്റ് ടെററിസം എന്ന
എന്നൊരു മുഖം മൂടി. പക്ഷേ പിടിക്കപ്പെടുമ്പോൾ പല കാരണങ്ങളാണ് പറയുന്നത്. ഒരിക്കൽ പറയും, അതായത് തുളസിത്തറയിൽ ചെന്ന് മൂത്രമൊഴിച്ചതിന് ശേഷം പറയും അത് അയാൾ മാനസിക രോഗിയായിരുന്നു എന്ന് പറയും. ഇനി ഡിസൈൻ കണ്ടെത്തി കഴിഞ്ഞ് പുറത്തു വന്നാൽ അത് ഞങ്ങൾ അബദ്ധം പറ്റിയതാണ്, വേറെ ആരോ ആ ഡിസൈൻ ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ആദ്യം ഇത് നോർമലൈസേഷനാണ്. ഇനി അതിന് വേണ്ടി കുഴപ്പമില്ല എന്നുള്ള ഒരു ശ്രമത്തിലേക്ക് കൊണ്ടുവരികയാണ്. അതെ, അത് ഒരു പ്രാഥമിക ഘട്ടത്തിൽ ഇങ്ങനെ, അത് കഴിഞ്ഞിട്ട് മറ്റൊരു രീതിയിൽ, അത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ കടുപ്പമുള്ള രീതിയിൽ. ഇതിനകത്ത് വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പം കേരളത്തിൻ്റെ കാര്യം പറയുന്നതുകൊണ്ട് പറയാം, ഇപ്പം നിങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ട് പറയാം, ഇതിനകത്ത് ഹിന്ദുക്കളെ ബ്ലെയിം ചെയ്യുക, ഹിന്ദുക്കൾ തന്നെയാണ് ഇതിനൊക്കെ കാരണം. കാരണം ഇപ്പോൾ ഒരുത്തൻ ഗുരുവായൂർ അമ്പലത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്താണ് തുളസിത്തറയിൽ അയാളുടെ എന്താ പറയുന്നത് ദേഹത്തു നിന്ന് പറിച്ചെടുത്ത രോമം ഇട്ട് അപമാനിച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നിട്ട് എന്ത് സംഭവിച്ചു? അയാൾക്ക് മാനസിക രോഗമാണ് എന്ന് പറഞ്ഞ് പോലീസ് ഇതുണ്ടാക്കി. ഞാൻ അന്ന് അവിടുത്തെ തൃശ്ശൂർ ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ വിളിച്ചു ചോദിച്ചാണ്. അപ്പോൾ അദ്ദേഹവും പറഞ്ഞത് അത് മാനസിക രോഗമാണ്, അവൻ മാനസിക വിഭ്രാന്തി. പക്ഷേ അങ്ങനെയാണെങ്കിൽ ആ മാനസിക വിഭ്രാന്തിയുള്ള ആൾ പൊതുജനങ്ങൾക്ക് ഫുഡ് കൊടുക്കുന്ന ഒരു ഹോട്ടലാണ് നടത്തിയിരുന്നത്. അപ്പോൾ അയാൾക്ക് മാനസിക ആരോഗ്യം ഇല്ലാത്ത ഒരാൾക്കാണോ അങ്ങനെ ഒരു സ്ഥാപനം നടത്താനുള്ള സംവിധാനം ചെയ്തു കൊടുത്തത്? പക്ഷേ ഞാൻ പറയുന്നത് ഹിന്ദുക്കളെ കുറ്റം പറയണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ഫോളോ അപ്പ് ഇല്ല. നമ്മൾ പറഞ്ഞു വന്ന ഈ വിഷയത്തിൽ, TCSൻ്റെ വിഷയത്തിൽ കൃത്യമായിട്ട് 1-2 കാര്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന്, ഞാൻ ഈ ടെറർ ആംഗിളിനെ കുറിച്ച് പറഞ്ഞു, ഭീകരബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഇത് ഈ നിദാ ഖാൻ എന്ന് പറയുന്ന ആൾ നിദാ ഖാൻ മാത്രമൊന്നുമല്ല, നിദാ ഖാൻ്റെ പിന്നിലും ആൾക്കാരുണ്ട്, ബന്ധുക്കളുണ്ട്. അവർ ഓൾറെഡി അവരുടെ ഹസ്ബൻഡിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇതിലെ ഈ ഓപ്പറേഷൻ എങ്ങനെയാണ് നടന്നത്, എങ്ങനെയാണ് ഇത് പിടിച്ചത് എന്നുള്ളത് അതിൻ്റെ വിശദാംശങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ലെങ്കിലും വളരെ കൃത്യമായി നമുക്കിപ്പോൾ അറിയാവുന്നത് 6ഓളം വനിതാ പോലീസുകാരെ അവിടെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിട്ട് അവിടെ ചേർന്ന് അവരാണ് ഇത് 40 ദിവസം കൊണ്ട് ഇത് പുറത്തു കൊണ്ടുവന്നതെന്നാണ്. ഹൗസ് കീപ്പിംഗ് സ്റ്റാഫായിരുന്നു TCSൽ. അവരവിടെ ജോയിൻ ചെയ്തിട്ട് അവർ വാട്സാപ്പ് കോളുകൾ, ഫോൺ റെക്കോർഡുകൾ, അങ്ങനെ ഇവരുടെ സംഭാഷണങ്ങൾ, ആൾക്കാരുടെ പെരുമാറ്റം, ഇതെല്ലാം നിരീക്ഷിക്കുകയും ഡെയിലി റിപ്പോർട്ട് എഴുതി ഇത് അധികാരികൾക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വലിയൊരു സംഭവം രാജ്യത്തിൻ്റെ മുമ്പാകെ വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ഒരു ഞെട്ടിപ്പിക്കുന്ന കാര്യം, ഇത് TCSൽ മാത്രമല്ല നടന്നിട്ടുള്ളത്. ഓർഗനൈസ്ഡ് ഗ്രൂമിങ് ഗ്യാങ് ആണിത്. ലണ്ടനിൽ നടന്നതുപോലെ ഇത് TCSൽ മാത്രമല്ല, പേര് പറഞ്ഞാൽ നമ്മൾ അറിയുന്ന പല സ്ഥാപനങ്ങളിലും, അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഒരു ഓട്ടോമൊബൈൽ സ്ഥാപനമുണ്ട്, രാജ്യത്ത് അതിപ്രശസ്തമായ ഓട്ടോമൊബൈൽ സ്ഥാപനമാണ്. അവിടെ നടന്നിട്ടുണ്ട്. ഒരു ഡെലിവറി സ്ഥാപനത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ അന്വേഷണം ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലൊരു അന്വേഷണം. പക്ഷേ ഒരു ദുഃഖകരമായ കാര്യമുണ്ട്. ഇപ്പോൾ ഒരു പക്ഷേ ഇത് കേരളത്തിലായിരുന്നു നടന്നിരുന്നെങ്കിൽ ചിലപ്പോൾ പൊതിഞ്ഞു പിടിക്കാൻ ഒരുപാട് പേർ ഉണ്ടായേനെ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു വശം. അതോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട മറ്റൊരു വസ്തുതയുണ്ട്. ഇന്നലെ നമുക്ക് അറിയാൻ കഴിഞ്ഞത് ട്രൈഅസെറ്റോൺ ടെട്രാപ്രോക്സൈഡ് എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള അതിമാരകമായിട്ടുള്ള രാസവസ്തു, അതായത് വായുവുമായി സമ്പർക്കം വന്നാൽ തന്നെ വലിയ സ്ഫോടനങ്ങൾ നടത്തുവാനുള്ള സാധ്യതയുള്ള ഈ വസ്തു, അത് നമ്മുടെ ചെങ്കോട്ട സ്ഫോടനം പോലെ തന്നെ അതൊരു ഒരു വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഭാഗമാണ്. ഡോക്ടേഴ്സാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. നേരത്തെ 1977 ഇത് ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു ഷൂ ബോംബൊക്കെ ആയിട്ട്. പക്ഷേ പിന്നീട് ഇപ്പോഴാണ് വീണ്ടും സജീവമായിട്ട് ഈ കാര്യം രംഗത്ത് വരുന്നത്. RDX പോലുള്ള കാര്യങ്ങൾ നമുക്ക് പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്തുകൊണ്ടാണ് ഈ ഭീകരവാദികൾ സാധാരണഗതിയിൽ സ്ഫോടനങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ ഇതിപ്പോൾ രാജ്യത്തിനകത്ത് തന്നെ ലോക്കലി തന്നെ ഇത് ഉൽപ്പാദിപ്പിച്ചെടുക്കുവാനുള്ളൊരു സാധ്യത ഉള്ളതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് അവർ മാറുന്നു എന്ന് അറിയാൻ കഴിയുന്നത്. ലഷ്കറിൻ്റെ തന്നെ ലോക്കൽ ഘടകങ്ങളാണ് കശ്മീരിൽ ഇത് ഉണ്ടാക്കിയതായിട്ടും അറിയുന്നു. അപ്പോൾ ഈ രീതിയിൽ വൈറ്റ് കോളർ ടെററിസം പല ഫോമിലാണ്, അതായത് ആദ്യം സോഫ്റ്റായി വന്ന് പിന്നീട് ഹാർഡായി പെൺകുട്ടികളെ വലയിലാക്കുന്ന ഒരു ടെററിസം ഒരു ഭാഗത്തൂടെ, വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഒരു എക്സ്ട്രീം വേർഷൻ, അതായത് സാധാരണഗതിയിൽ സ്ഫോടനം നടത്തുവാൻ രീതിയിലുള്ള മറ്റു രീതിയിൽ, ഇങ്ങനെ പല രീതിയിലാണ് നമുക്ക് മുന്നിൽ വട്ടമിട്ട് പറക്കുന്നത്. അതിലൊരു ഭാഗമാണ് കേരളത്തിൽ. ഇത് ശക്തമായി നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായേ മതിയാവുള്ളൂ. കാരണം നക്സലിസത്തെ ഇല്ലാതാക്കി എന്ന് എപ്പോഴും കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ അമിത്ഷാ പറയുന്നുണ്ട്. ഇന്ത്യയുടെ സെക്യൂരിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഈ കഴിഞ്ഞ
പതിറ്റാണ്ടുകളിൽ കണ്ട ഏറ്റവും വലിയ നേട്ടം തന്നെയാണ് അത്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് ഭീകരവാദികളെ ഇല്ലാതാക്കുക എന്നുള്ളത് രാജ്യത്തിൻ്റെ സമാധാനത്തിനും പുരോഗതിക്കും അത്യാവശ്യമാണ്. അറിയാമല്ലോ എത്ര പട്ടാളക്കാരെയും അർദ്ധസൈനിക വിഭാഗങ്ങളിൽപ്പെട്ടവരെയുമാണ് ഇവർ ആക്രമിച്ചിട്ടുള്ളത്, എത്ര സാധാരണക്കാരായിട്ടുള്ള ഗ്രാമീണരെ ഇവർ ആക്രമിച്ചിട്ടുണ്ട്. പഴയ കാലത്തെ നക്സൽബാരികളും നക്സലൈറ്റ്സും അല്ല ഇന്നത്തെ മാവോയിസ്റ്റുകൾ. അത് ടോട്ടലി ഡിഫറൻ്റായ നല്ല ഫണ്ടിങ് കിട്ടുന്ന ഒരു ഓർഗനൈസ്ഡ് ക്രൈമായിട്ട് അത് മാറിയിരുന്നു. അപ്പോൾ അവരെ ഇല്ലാതാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം ഇതുപോലെയുള്ള സ്ലീപ്പർ സെല്ലുകളും ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗ്രൂപ്പുകളും രാജ്യത്തുണ്ടാക്കാവുന്ന കുഴപ്പങ്ങളും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നത് ഡെസ്പറേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ശത്രുക്കൾ. ഓപ്പറേഷൻ സിന്ദൂറൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ അങ്ങേയറ്റം ഡെസ്പറേഷനിലാണ്, ഇനി എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ എന്തും ചെയ്യാൻ തയ്യാറായിട്ട് അവർ ഇറങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ഹരി പറഞ്ഞതിനോട് കൂട്ടി വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് കഴിഞ്ഞ 6 മാസത്തിനിടയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധമാണ് ഭാരതത്തിനുള്ളിലേക്ക് മയക്കുമരുന്നുകൾ അയക്കുന്നത്. ഇപ്പോൾ ഗോൾഡൻ ട്രയാങ്കിൾ, ഗോൾഡൻ ക്രസൻറ്റ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഗോൾഡൻ ക്രസൻറ്റ് എന്ന് പറയുന്നത് അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതുപോലെ കിഴക്കൻ ഇറാനൊക്കെ ഉൾപ്പെടുന്ന ഒരു ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള ഒരു പ്രദേശമാണ്. ആ പ്രദേശത്തു നിന്നുള്ള റൂട്ടിലൂടെ OPM ഉൾപ്പെടെയുള്ള മയക്കുമരുന്നുകൾ ഭാരതത്തിലേക്ക് വൻതോതിൽ ഇറക്കുമതി ചെയ്തുകൊണ്ട് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നു, കടത്തുന്നു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനെതിരെ ഇപ്പോൾ ശക്തമായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു നീക്കം വരുന്നുണ്ട്, നീക്കം വന്നു തുടങ്ങിയിട്ടുണ്ട്, അവർ ആക്ഷൻ എടുത്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത് അകത്തു നിന്നും പുറത്തു നിന്നുമുള്ള ശത്രുക്കൾ പതിവില്ലാത്ത വിധം വളരെ പെട്ടെന്ന് ആക്റ്റീവായിരിക്കുന്നു. അത് അവരുടെ ഡെസ്പറേഷൻ കൊണ്ടാകും. കാരണം ഇനി ഇവരെ പിടിച്ചു നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഇനിയും ഭാരതത്തിൻ്റെ പുരോഗതി പിടിച്ചാൽ കിട്ടില്ല എന്നുള്ള ഒരു തോന്നലുകൊണ്ട് മാക്സിമം അത് ഭാരതത്തിനുള്ളിൽ ഡാമേജ് ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് നമ്മളെ ക്ഷീണിപ്പിക്കുന്ന ഇത്തരം കോർപ്പറേറ്റ് ലവ് ജിഹാദ് ഗ്യാങ്ങുകളെക്കുറിച്ചുള്ള വാർത്തകൾ വരുന്നു. കേരളത്തിൽ ഇതുപോലെ നമ്മൾ ദേവീദേവതമാരെ അപമാനിക്കാനുള്ള ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ശ്രമം, അത് ഒറ്റപ്പെട്ടതൊന്നുമല്ല, ഓർഗനൈസ്ഡ് ശ്രമം നടക്കുന്നു. ഇതെല്ലാം രാജ്യത്തിനുള്ളിൽ കുഴപ്പങ്ങളുണ്ടാക്കാനും കലാപം ഉണ്ടാക്കാനുമുള്ള ശ്രമമാണ്. രാജ്യത്തിന് പുറത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമം അതിർത്തിയിൽ അത് വേറെ നടക്കുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ജാഗ്രത പുലർത്തുക, ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഈ ഒരു പരീക്ഷണ ഘട്ടത്തിൽ ചെയ്യാനുള്ളൂ. തീർച്ചയായും ഒരു ഒറ്റ കാര്യം കൂടെ ചേർത്ത് പറഞ്ഞോട്ടെ. രാജ്യം ഇത്രയധികം ജാഗ്രതയോടുകൂടി നമുക്ക് നോക്കിക്കാണേണ്ട ഒരു സമയത്താണ് നമ്മുടെ തൊട്ടപ്പുറത്ത് തമിഴ്നാട്ടിൽ. ഇവിടെ രഹസ്യധാരണയായിരുന്നു SDP ആണെങ്കിൽ അവിടെ പരസ്യമായി SDP സംസ്ഥാന ഘടകത്തിന്, സംസ്ഥാന സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് വോട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസ്, CPM ഇവരെല്ലാവരും DMK കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് ഈ ഭീകരവാദ പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അവരുടെ വോട്ട് പിടിക്കുവാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. രാജ്യം ഇത്രയധികം ക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പ്രവർത്തന പദ്ധതികൾ ഇവർ തയ്യാറാക്കുന്നു. ഇവരുടെ മാതൃസംഘടനയാണ് ദക്ഷിണ ഭാരതത്തെ വിഭജിക്കുവാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയത്. വീണ്ടും ജീവൻ വെപ്പിക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. അതിനു വേണ്ടിയിട്ടുള്ള ജീവൻ വെപ്പിക്കാനുള്ള ഡീലിമിറ്റേഷന്റെ പേരിൽ അതെ ശ്രമം നടക്കുന്നു. അത്തരത്തിൽ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ആന്തരികമായ ശക്തി തീർച്ചയായിട്ടും ഭാരതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ശ്രമങ്ങൾ വിലപ്പോവില്ല. പക്ഷേ ഉള്ളിൽ വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കാൻ, രാജ്യത്ത് വലിയ തോതിൽ അസ്വസ്ഥതയുണ്ടാക്കാൻ ഒരു പക്ഷേ ഇത്തരം നീക്കങ്ങൾക്ക് സാധിച്ചേക്കാം. തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥത സാധാരണഗതിയിൽ, കാരണം സഹസ്രാബ്ദങ്ങളായിട്ട് ഈ സംസ്കാരവും ഈ രാഷ്ട്രവും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ കൊണ്ടുള്ള യുദ്ധങ്ങളിലൂടെ പല ഇതിൽ കൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ട്. ഈ എല്ലാവരെയും നിറയും നിലവിളക്കും വെച്ച് സ്വീകരിച്ച ആ സംസ്കാരധാരയ്ക്ക് ഒരിക്കൽ പോലും കോട്ടം തട്ടിക്കാൻ കഴിഞ്ഞ ഏകദേശം 700-1000 വർഷത്തോളം, 1000 വർഷത്തോളം ഇതിലെ പല ഭീകരവാദികളും ഈ രാജ്യം ഭരിച്ചിട്ടുണ്ടായിരുന്ന ഘട്ടമുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലും ഈ രാജ്യത്തിൽ ഒരു വ്യക്തിയുടെ രോമം പിഴുതെടുക്കുവാൻ പോലും ഇവർക്കൊന്നും സാധിച്ചിട്ടില്ല. പിന്നെയാണോ ഈ രീതിയിലുള്ള, എന്തായാലും തീർച്ചയായിട്ടും ഇതിനെയൊക്കെ അതിജീവിച്ച് പരാജയപ്പെടുത്തുവാനായിട്ട് കഴിയും. പക്ഷേ ഈ RP പറഞ്ഞതുപോലെ ഈ രീതിയിലുള്ളൊരു അസ്വസ്ഥതകൾ, താൽക്കാലികമായ അസ്വസ്ഥതകൾ സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് മാത്രമേ ഇവർക്ക് കഴിയുകയുള്ളൂ. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന,
ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.